നമസ്കാരം ജയസൂര്യൻ ചേട്ടാ. നമ്മുടെ കേരളം നമസ്കാരം. അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ കൂടെ അതെ. ഇപ്പോൾ ഇന്നലെ വന്ന വാർത്തയാണ്, ഇന്നും പ്രധാന പത്രങ്ങളിലെല്ലാം അത് മുൻപേജ് വാർത്തയാണ്, ഒന്നാം പേജ് വാർത്തയാണ്. അതായത് 1450 സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങിച്ചെടുക്കുകയാണ്. വാസ്തവത്തിൽ അതൊരു അടിച്ചുമാറ്റലാണ്. നമ്മളാണെങ്കിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടിലാണ്. നമുക്ക് ദൈനംദിന ചെലവ് നടത്താൻ പണമില്ല, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ല, വികസനത്തിന് ചെലവഴിക്കാൻ പണമില്ല. ഇതിനെല്ലാം ഉപരി നമ്മുടെ വരുമാനത്തിൻ്റെ 75% പലിശ കൊടുക്കാൻ, വാങ്ങിയ കടത്തിൻ്റെ പലിശ കൊടുക്കാൻ നീക്കിവെക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വാർത്തയും പുറത്തു വന്നത്. എന്താണ് കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് തന്നെ വളരെ നന്നായി എന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. കാരണം കേരളം അതുപോലെയുള്ള ഒരു സാമ്പത്തിക കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു സാമ്പത്തിക മാന്ദ്യം എന്ന് നമ്മൾ ലഘുവായി പറഞ്ഞാൽ പോരാ. കാരണം ഈ സാമ്പത്തിക മാന്ദ്യങ്ങൾ, കടക്കെണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു കാലത്തും പരിഹാരമുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ കേരളം പെട്ടിരിക്കുന്ന കടക്കെണി പരിഹാരമില്ലാത്തതാണ്. യാതൊരു വിധത്തിലുള്ള പരിഹാരവുമില്ല. കേന്ദ്രം എന്തെങ്കിലും സഹായിക്കണം, കേന്ദ്രം ഞെരുക്കുന്നത് കൊണ്ടാണ് കേരളം ഞെരുങ്ങുന്നത് എന്നുള്ള ഒരു പതിവ് പല്ലവിയുണ്ട്. പക്ഷേ ഇനിയിപ്പോ അതും പറയാൻ പറ്റില്ല. കാരണം ഈ വിഷയം കോൺഗ്രസിന്റെ MLA, അതായത് CPM-ന്റെ അതേ മുന്നണിയിൽപ്പെട്ട, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസിന്റെ MLA റോജി എം ജോൺ കൃത്യമായി നമ്മുടെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, കണക്കുകൾ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വാങ്ങിച്ച സംസ്ഥാനം കേരളമാണ്. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. അതുകൊണ്ട് ഈ മലയാളിയെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതൊക്കെ ഇംഗ്ലീഷിലേ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ തെണ്ടി തിന്നാൻ വകയില്ലാതെ വരുമ്പോൾ ജീവിച്ചു പോടാ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പിച്ച കഞ്ഞിയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. ഇങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതായത് കടമെടുക്കാവുന്നിടത്തോളം എടുത്തു, മേടിക്കാവുന്നതെല്ലാം മേടിച്ചു. ഇനി ഒരിടത്തുനിന്ന് ആരും കടം തരില്ല, കടം വാങ്ങാൻ യാതൊരു സോഴ്സും ഇല്ല. അപ്പോൾ പട്ടിണി കിടന്ന് മരിച്ചു വീഴും എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിർത്താൻ ഇറ്റ് കഞ്ഞിവെള്ളം തായോ എന്ന് പറഞ്ഞു പോകുമല്ലോ ഏത് മനുഷ്യനും. അതുപോലെ ഒരു സംസ്ഥാനം കഞ്ഞിവെള്ളത്തിന് യാചിക്കുമ്പോൾ കിട്ടുന്ന കഞ്ഞിവെള്ളമാണ്. എന്നിട്ട് മറ്റൊന്നും കാണുകയല്ല. ഇവൻ മരിച്ചു വീഴാതിരിക്കട്ടെ, കൺമുമ്പിൽ ഇവൻ ചത്തുപോകാതിരിക്കട്ടെ എന്ന് എഴുതി കൊടുക്കുന്ന കഞ്ഞിവെള്ളമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. അതിനും ഒരു കണക്കുണ്ട്. ഈ കഞ്ഞിവെള്ളം പോലും കിട്ടുന്നതിന് ഒരു കണക്കുണ്ട്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേടിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇനി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലാണ്. അതായത് ഈ പിച്ചക്കഞ്ഞി, ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിച്ചക്കഞ്ഞി, അതും അതിൻ്റെ പരിധി കടന്നു അല്ലേ? അതെ അതെ അതെ. അത് ഇത് പോയിട്ട് എവിടെ വരെ പോയി എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ, കേരളം ഉണ്ടായ സമയത്ത് കേരളത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് അമേരിക്കയ്ക്ക് തുല്യമാണ് കേരളം. ഇത് കള്ളമൊന്നുമല്ല, സത്യ. അതായത് ഇന്ത്യ യൂണിയനിൽ കേരളം ലയിക്കരുത്, നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്ന് സർ CP രാമസ്വാമി എന്ന് പറഞ്ഞു. അതിന്റെ കാരണമുണ്ട്. ബ്രിട്ടനും ജർമ്മനിയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യം തിരുവിതാംകൂറായിരുന്നു. അതുകൊണ്ട് ഈ പട്ടിണി രാജ്യങ്ങളുടെ യൂണിയൻ, ഇന്ത്യ യൂണിയനിൽ ലയിക്കരുത്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം, ബ്രിട്ടനും ജർമ്മനിക്കും ഒപ്പം നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായി, ഇന്ത്യ യൂണിയനിൽ ലയിച്ചു. പക്ഷെ ഇന്ന് നോക്കൂ, ഇന്നത്തെ അവസ്ഥ എന്താണ്? അത്രയും ഹയർ ആയിട്ട് നിന്നിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും തകർന്ന സംസ്ഥാനങ്ങളിൽ 28ാമത്തെ സ്ഥാനം. കാരണം 29ാമത്തെ സ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ് 28ൽ പോയി കേരളം നിൽക്കുന്നത്. ഇപ്പോ ഇവിടെ സർക്കാരിന്റെ കുടിശ്ശിക തന്നെ നോക്കും. സർക്കാർ കോൺട്രാക്ടർമാർക്ക് കിട്ടാനുള്ള കുടിശ്ശിക 16,000 കോടി രൂപ. പൊതുമരാമത്ത് വകുപ്പിൽ മാത്രം റോഡ് ടാർ ചെയ്ത് കൊടുക്കാനുള്ള പൈസ 7,000 കോടി രൂപ. 8 മാസമായിട്ട് ബില്ല് മാറി കിട്ടുന്നില്ല. കഴിഞ്ഞ ഓണത്തിന് പറഞ്ഞു 5 ലക്ഷത്തിൽ കൂടിയ ബില്ലുകളൊന്നും മാറരുതെന്ന് പറഞ്ഞു. ഇതിപ്പോ 5 ലക്ഷം അല്ല, 5,000ന്റെ ബില്ല് കൊടുത്താൽ പോലും കിട്ടുന്നില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് കിട്ടുന്നില്ല. മലയാളിക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ജലവിതരണ വകുപ്പില് 1,000 കോടി കുടിശ്ശിക. 18 മാസമായി അവിടെ ബില്ല് മാറുന്നില്ല.
ഇതെല്ലാം പരിഹരിക്കാൻ ഉണ്ടാക്കിയ കിഫ്ബിക്ക് 2000 കോടി കുടിശ്ശിക. ഇതെല്ലാം പോട്ടെ, എന്തെല്ലാം നടന്നാലും മുടങ്ങരുതെന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് MLA-മാരുടെ ഫണ്ട്. അതിൽ MLA-മാര് റോഡ് ഉണ്ടാക്കിയ വകയിൽ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് 6000 കോടി രൂപ. ഞാനൊരു ലിസ്റ്റ് ഇനിയും അവതരിപ്പിക്കാൻ ഇഷ്ടം പോലെ, പക്ഷെ നമ്മുടെ സമയം തികയില്ല. ചുരുക്കി പറഞ്ഞാൽ ആകെപ്പാടെ പണമുള്ളത് ഒരിടത്ത് മാത്രമാണ്. അത് ഈ കഴിഞ്ഞ മാസം നമ്മുടെ മുഖ്യമന്ത്രിക്ക് 4 IT ഫെലോമാരെ നിയമിച്ചു. മാസം 2000 രൂപ ശമ്പളം ഇട്ടിട്ട് 4 പേര് എന്ന് പറഞ്ഞാൽ മാസം 8 ലക്ഷം രൂപ, സോറി 2000 അല്ല, 2 ലക്ഷം രൂപ മാസ ശമ്പളം. അങ്ങനെ 4 പേരെ വെച്ചു. ഈ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി വെച്ചു 8 ലക്ഷം രൂപ മാസ ശമ്പളമാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? എത്രമാത്രം IT അഡ്വൈസേഴ്സ്, IT വിദഗ്ധന്മാരും, എനിക്ക് തോന്നുന്നു 20-ലധികം പേര് അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട്. പുറമെയാണ് 4 പേരെ അങ്ങോട്ട് വെച്ച് 8 ലക്ഷം കൊടുക്കുന്നത്. അപ്പോ അതിനൊക്കെ ഇവിടെ പണമുണ്ട്. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ വരാൻ പോകുന്നത് അടുത്തത് പൊതുജനത്തിന്റെ മുതുകത്താണ്. അതിന്റെ ഒരു സാങ്കേതിക വശവും കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോ നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം കർണാടകത്തില് മഹാരാഷ്ട്രയിലൊക്കെ യാത്ര ചെയ്തപ്പം അവിടെ കമ്പിയുടെ സിമെന്റിന്റെ ഒക്കെ വില തീരെ കുറവാണ്. അതുപോലെ മെറ്റല്, അതുപോലെ പാറപ്പൊടി, ഇതിന്റെയൊക്കെ ഞാനൊരു കൺസ്ട്രക്ഷന്റെ മേഖലയിലെ ആളുടെ സംസാരിച്ചു പറഞ്ഞു അവിടെയൊക്കെ തീരെ കുറവാണ്. നമ്മൾ കേട്ടാ വിശ്വസിക്കുകയല്ല, ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിലെ ഒരു ചാക്ക് സിമെന്റിനേക്കാൾ 80 രൂപ ഒരു ചാക്ക് സിമെന്റിന് കുറവാണ് മഹാരാഷ്ട്രയില്, 70 രൂപ കുറവാണ് കർണാടകത്തിൽ. ഇവിടെ ഈ കേരളത്തെക്കാൾ. അപ്പൊ കേരളത്തിൽ വന്നിട്ട് ഞാൻ അന്വേഷിച്ചത് ഇവിടെ ഇങ്ങനെ വരും. അപ്പോഴാണ് അറിയുന്നത് ഈ സാധനം മുഴുവൻ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് സർക്കാരാണ്. ഏറ്റവും കൂടുതൽ സിമന്റ് വാങ്ങുന്നത്, കമ്പി വാങ്ങുന്നത്, മെറ്റൽ വാങ്ങുന്നത്, പാറപ്പൊടി മേടിക്കുന്നത്, പാറക്കല്ല് കഷ്ണങ്ങൾ മേടിക്കുന്നത് എല്ലാം കേരള ഗവൺമെന്റാണ്. ഈ കേരള ഗവൺമെന്റ് മേടിച്ചതിന്റെ കഴിഞ്ഞ 2 കൊല്ലത്തെ പണം കിട്ടിയിട്ടില്ല. 16,000 കോടി പ്ലസ് 6,000 കോടി പ്ലസ് 2,000 കോടി പ്ലസ് 1,000 കോടി പ്ലസ് 7,000 കോടി. എത്ര കോടിയായിരുന്നു കൂട്ടി നോക്കുക? 50,000 കോടിയിലധികം തുകയായി. 50,000 കോടിയിലധികം തുക സംസ്ഥാന സർക്കാർ കുടിശ്ശിക കിട്ടപ്പോ ഇവരെന്ത് ചെയ്തെന്ന് അറിയാവോ? ഇവർ ഈ സാധനത്തിന് വില കൂട്ടിയിട്ടു. അതായത് ഇതൊന്നും പോയതൊക്കെ പോയി, കിട്ടാനുള്ള ഒന്നും കിട്ടില്ല. എന്നാൽ ഇനി വരാനുള്ളതെങ്കിലും മേടിക്കാം. അതിന് സിമെന്റിന് വില കൂടി, കമ്പിക്ക് വില കൂടി, പാറയ്ക്ക് വില കൂടി, മെറ്റലിന് വില കൂടി, പാറപ്പൊടിക്ക് വില കൂടി, മണ്ണിന് വില കൂടി. അപ്പോൾ ഇത് സർക്കാരിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി കച്ചവടക്കാര് അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥന്മാര് ചെയ്യുന്ന പണിയാണ്. പക്ഷെ പൊതുജനത്തിന് ഇത് കടുത്ത സാമ്പത്തിക അരാജകത്വം കേരളത്തിൽ നടക്കുകയാണ്. അതെ. അപ്പോ ഇത് ഈ ഒരു വസ്തുത എങ്ങനെ പരിഹരിക്കും എന്ന് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് വഴിയെടുക്കും. അപ്പോ ഇവര് പറയുന്ന 2-3 കാര്യങ്ങൾ മലയാളിക്ക് തലവെക്കാൻ മേലാത്ത ചില കാരണങ്ങളാണ്. അതായത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം, ചൂതുകളിയിൽ നിന്നുള്ള വരുമാനം. ഈ നാണംകെട്ട പരിപാടിയൊക്കെ ഇംഗ്ലീഷിൽ പറയാം, അന്നേരം മനസ്സിലായി. മദ്യം പിന്നെ എല്ലാവർക്കും അറിയാം. ചൂതുകളി എന്ന് പറയുകയല്ല, ലോട്ടറി എന്നേ പറയുള്ളൂ. ഈ ചൂതുകളുടെ ഇംഗ്ലീഷ് പറയും, അപ്പൊ അത് മാന്യാണ്. ഈ ലോട്ടറി കൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ വരുമാനം ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഏതാണ്ട് 11 സംസ്ഥാനങ്ങൾക്ക് ലോട്ടറി ലൈസൻസ് ഉണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരാരും അത് വരുമാന സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നില്ല. കേരളം മാത്രമാണ് ഈ ലോട്ടറി വരുമാനമാക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നയം വഞ്ചന എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് പോളിസി ആയിട്ട് മാറിയിരിക്കുക വഞ്ചന. അതിന്റെ കണക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് കോൺട്രാക്ടർമാരെ വഞ്ചിച്ചത് 6,000 കോടി, പൊതുമരാമത്തിനെ വഞ്ചിച്ചത് 7,000. ഇത് മൊത്തം വഞ്ചന, 50,000 കോടിയുടെ വഞ്ചന. അതിലാണ് കേരളം ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ ഒരു ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്ന ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ പറയുന്നത്. നമ്മൾ കേരളത്തിലെ റോഡിൽ കൂടി കാർ ഓടിച്ച് ബൈക്ക് ഓടിച്ച് പോവുകയാണെന്നിരിക്കട്ടെ, ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തുക. ചുമ്മാ ഞാൻ പറഞ്ഞതുകൊണ്ടൊന്ന് നിർത്തി 2 മിനിറ്റിനകം ഒരു ലോട്ടറിക്കാരൻ നിങ്ങളുടെ ഡോറെ വന്ന് തട്ടും. സാറേ ചേട്ടാ ലോട്ടറി വേണം. കാരണം 500 മീറ്റർ ഏത് റോഡിലാണ്, ഓരോ 500 മീറ്ററിൽ ഓരോ ലോട്ടറിക്കാരൻ നിൽക്കുകയാണ്. അത് ലോട്ടറിക്കാരനും കാര്യമുണ്ട്, പാവങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, ധാരാളം പേര്. ഇത് സർക്കാർ സ്പോൺസേർഡ് പിച്ചതണ്ടലാണ്. ഇത് മറ്റൊരു സംസ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് കേരളത്തിന്റെ ഏത് മുക്കിലും മുലയിലും ഗ്രാമത്തിലും നഗരത്തിൽ എവിടെ ചെന്ന് നോക്കൂ, ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ബോർഡ് കൊണ്ട് നിറഞ്ഞിരിക്കുക.
ഉം, ഉം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇപ്പൊ തടി വെട്ടിയിട്ടിരിക്കുന്നു, റബ്ബറിന് പകരം ആഞ്ഞിലിയും മഹാഗണിയും ഉപയോഗിക്കുന്നു, പെട്രോൾ പമ്പുകൾ ധാരാളം തുറക്കുന്നു, ധാരാളം പെട്രോൾ പമ്പുകൾ വിൽക്കുന്നു, കടയുദ്ഘാടനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ കാണാനേ ഇല്ല, കടകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസ ലോൺ കിട്ടാതായിരിക്കുന്നു, കേന്ദ്രം കൊടുക്കുന്ന 70 വയസ്സിന് മുകളിലുള്ളവരുടെ ഇൻഷുറൻസ് കേരളത്തിൽ നടപ്പാക്കുന്നില്ല, 1,00,000 രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്നവൻ പാവപ്പെട്ടവന്റെ 1,600 രൂപ ക്ഷേമ പെൻഷൻ കൈയിട്ട് വരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവർക്ക് 2 കൊല്ലമായിട്ട് DA കുടിശ്ശിക കൊടുത്തിട്ടില്ല. ഈ 1,00,000 രൂപ ശമ്പളം മേടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് ഇവര് വലിയ സമ്പന്ന അല്ലെന്നേ. ഈ 1,00,000 രൂപ കൂടുതൽ ശമ്പളം മേടിക്കുന്നവന്റെ 2 മാസത്തെ ശമ്പളം CPM അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, CITUവിന്റെ പേരിൽ, ഈ ട്രേഡ് യൂണിയന്റെ പേരിൽ, സംഭാവനയുടെ പേരിൽ. അപ്പൊ അവന് 10 മാസത്തെ ശമ്പളം കിട്ടുന്നുള്ളൂ, 2 മാസത്തെ ശമ്പളം CPM-ന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് മുൻകൂർ മനസ്സിലായ ഒരു കാര്യമാണ്, 1,00,000-ൽ കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഉന്നത നിലയിലുള്ളവര് ഭരണ രഹസ്യങ്ങൾ അറിയുന്നവരാ. അവര് നേരിടാൻ പോകുന്ന ഭീഷണി ഇപ്പൊ അവർക്ക് മനസ്സിലായി. ശമ്പളം ഇൻസ്റ്റാൾമെന്റ് ആകാൻ പോവാ. 1,00,000 രൂപ ഇനി കൈ കിട്ടുന്ന 25,000-ന്റെ 4 ഇൻസ്റ്റാൾമെന്റോ 10,000-ന്റെ 10 ഇൻസ്റ്റാൾമെന്റോ ഒക്കെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ അവരിപ്പോ തുടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ 1,482 പേരെന്നൊക്കെ പറയോ, അതൊന്നുമല്ല. യഥാർത്ഥ കണക്ക് പുറത്തു വരട്ടെ. 10,000-ത്തിലധികം പേരുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. യഥാർത്ഥ കണക്ക് പുറത്തു വരട്ടെ, അല്ല അന്വേഷിക്കട്ടെ, അപ്പൊ കാര്യം മനസ്സിലാവും. ഇത്ര ദയനീയം, അതായത് ലക്ഷങ്ങൾ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പിച്ചച്ചട്ടി കൈയിട്ട് വരണമെങ്കിൽ അവന്റെ സാമ്പത്തിക സ്ഥിതി അപകടത്തിലായതുകൊണ്ടാണ്, അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അത്ര ഭീകരമാണ് കേരളത്തിന്റെ അവസ്ഥ. എന്തായാലും കേരളം വലിയ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന് വ്യക്തമാണ്. ഈ അവസരത്തിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പൊതുവെ സാമ്പത്തിക വിദഗ്ധർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. കേന്ദ്രത്തിൻ്റെ സഹായം എന്തെങ്കിലും കിട്ടുമോ? കേന്ദ്രം പ്രത്യേക പാക്കേജ് വല്ലതും പ്രഖ്യാപിക്കുമോ? ഇതൊക്കെയാണ് സാമ്പത്തിക വിദഗ്ധർ പോലും നമ്മളോട് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ പിച്ചക്കഞ്ഞിയിൽ പോലും കൈയിട്ട് വാരുന്ന, പട്ടിണിക്കഞ്ഞിയിൽ കൈയിട്ട് വാരുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഇതാദ്യമാണ്. എന്നാൽ ദൂർത്തിനോ ഒരു കുറവുമില്ല. സ്വന്തക്കാരെയും സിൽബന്ദികളെയും വളർത്താൻ, അവർക്ക് കൊള്ളയടിക്കാൻ കേരളത്തിൻ്റെ ഖജനാവ് തുറന്നിട്ടിരിക്കുകയാണ്. വളരെ മോശമാണ്, വളരെ പരിതാപകരമാണ്, വളരെ നാണം കെട്ട അവസ്ഥയാണ് കേരളത്തിൽ. നമുക്ക് കാത്തിരിക്കാം, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം.